children. ഇന്ന് നമ്മൾ SLCയുടെ സെക്കൻഡ് ചാപ്റ്ററായ ഹതാശാസെ ഏക് വ്യക്തി പഠിക്കാത്ത എന്ന് പറയുന്ന ആ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിലെ ഹെഡിങ്ങിന്റെ പേരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നും അല്ലെ, ഹതാശാസെ ഏക് വ്യക്തി പഠിക്കാത്ത. അപ്പൊ അത്രയും വലിയ ആ ഒരു പേരില് ഒന്നുമില്ല. ഹതാശ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിരാശ, ഏക് വ്യക്തി പഠിക്കാത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും, ഒരു വ്യക്തി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിരാശയിൽ ഒരു വ്യക്തി ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ആ ഒരു ടിപ്പണിയുടെ ഹെഡിങ്. ആ ടിപ്പണിയുടെ മാത്രമല്ല, ആ കവിതയുടെ ഹെഡിങ്ങും അത് തന്നെയാണ്. ഒരു കവിതയുടെ ടിപ്പണിയാണ് ആ കൊടുത്തിരിക്കുന്നത്. വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു കവിയുടെ കവിതയുടെ ടിപ്പണി നരേഷ് സക്സേന ചെയ്തിട്ടുള്ള ഒരു ടിപ്പണിയാണ് കൊടുത്തിരിക്കുന്നത്. വിനോദ് കുമാർ ശുക്ലിന്റെ കവിതയുടെ ടിപ്പണി നരേഷ് സക്സേന എഴുതിയിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് ആ കവിത എന്താണെന്ന് നോക്കാം. ഓക്കെ. हताशा से एक व्यक्ति बैठ गया था. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वह खड़ा हुआ. मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे, साथ चलना जानते थे. അപ്പൊ എന്താ പറയുന്നത്, ആ വേർഡ് ബൈ വേർഡ് മീനിങ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു വ്യക്തിയെ കണ്ടു, നിരാശയിലിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തിനെ എനിക്കറിയില്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ നിരാശയെ എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന് നേരെ കൈ നീട്ടി, അടുത്തേക്ക് പോയി അദ്ദേഹത്തിന് നേരെ കൈ നീട്ടി. എന്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു, എന്റെ ഞാൻ കൈ നീട്ടിയത് അറിയാമായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ഏക് ദൂസറേക്കോ നെയ് ജാൻ, നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു, പക്ഷെ എന്തറിയാമായിരുന്നു, സാത്ത് ചലനാ ജാനത്തെ थे, ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും, കുറെ ജാൻതാത്ത കുറെ നെയ് ജാനത്തെ, കുറെ അറിയാമായിരുന്നു, കുറെ അറിയില്ലായിരുന്നു. ആ അറിയില്ലായിരുന്നു എന്നുള്ള രണ്ട് വാക്കുകളുടെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഇനി നമ്മൾ എന്താണ് ഒരാളെ കുറിച്ച് അറിയേണ്ടത്, അതാണ് ഈ കവിതയിൽ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ടിപ്പണി നല്ല രീതിയിൽ നരേഷ് സക്സേന ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടിപ്പണിയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ടിപ്പണിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. विनोद कुमार शुक्ल की अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. അപ്പൊ ഫസ്റ്റ് തന്നെ കവി നരേഷ് സക്സേന കവിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിനോദ് കുമാർ ശുക്ല എന്താണ്, അദ്ദേഹത്തിന്റെ മൗലികതയിലും അദ്ദേഹത്തിന്റെ ഭാഷയിലും വളരെയധികം പ്രസിദ്ധനാണ്. किंतु उस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. പക്ഷേ ഈ കവിതയിൽ ഈ പറയുന്ന ഹതാശാസെ ഏക് വ്യക്തി പഠിക്കാത്ത എന്ന് പറയുന്ന കവിതയില് അദ്ദേഹത്തിന്റെ മൗലികതയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ കാവ്യശില്പാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. നമുക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി, സാധാരണ കുറച്ച് ഹിന്ദി അറിയുന്ന കൂടി ഈ കവിതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ കവി പറയുന്നത് ആ അർത്ഥം അറിയാൻ നമുക്ക് വേറെ എവിടെയും നോക്കേണ്ടി വരില്ല. അതൊരു സഹജ് और साफ है. ആ ഓരോ ലൈൻസിലും അത് സഹജമായിട്ടും അല്ലെങ്കിൽ വൃത്തിയായിട്ടും നമുക്കത് മനസ്സിലാവും. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कर देते हैं. ചെറിയ അർത്ഥമുള്ള വാക്കുകളാണ്, പക്ഷെ അതെന്താണ്, അതിന്റെ മർമ്മത്തില് അതില് വ്യംഗ്യാർത്ഥങ്ങൾ അടക്കം അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അടുത്തത് ഈ സക്സേന എന്താ ചെയ്യുന്നത്, ഈ കവിതയെല്ലാം കുറച്ച് വരികൾ പറയാണ്. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कहते ही वे जानने की हमारे उस जानी पहचानी रूढ़ी को तोड़ देता है जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. അപ്പൊ ഇന്നത്തെ സമകാലീനമായിട്ട് പറയുന്ന ഏറ്റവും സമകാലീനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാൽ, ഇന്നത്തെ ആൾക്കാർ എന്താ ചെയ്യുന്നത്, അവരുടെ ജാതി, പേര് അല്ലെങ്കിൽ ജോലി, അവരുടെ നമ്മുടെ സമൂഹത്തിൽ അവരുടെ സ്ഥാനം എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാരോട് പരിചയപ്പെടുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, വ്യക്തിക്കും മേനഹി ജാനതാ താ, ആ വ്യക്തി എനിക്കറിയില്ലായിരുന്നു. വ്യക്തിയുടെ പേരെന്താണ്, ജാതി എന്താണ്, അവിടെ വീട് എവിടെയാണ്, സ്ഥാനം എന്താണ്, ഒന്നും അറിയില്ല. എന്താ മാത്രമാണ് അറിയുന്നത്, ഹതാശ കോ ജാനതാ താ, ആ വ്യക്തിക്കുള്ള നിരാശ,
അദ്ദേഹിക്കറിയായിരുന്നു. അതാണ് കവി പറയുന്നത്. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. അപ്പൊ കവി രണ്ടാമതും ഈ എഴുത്തുകാരൻ പിന്നെയും പറയുന്നത്, ഒരു വ്യക്തിയുടെ നിരാശയോ ഹതാശയോ അല്ലെങ്കിൽ അവരുടെ അസഹായത അവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളോ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കിയില്ല എന്നാണ് അർത്ഥം. ഒരു വ്യക്തി, നമ്മളിപ്പം പേരറിയായിരിക്കും, വീടറിയായിരിക്കും, നാടറിയായിരിക്കും, അവരെന്താ ജോലി ചെയ്യുന്ന, പഠിക്കുന്ന എന്താണെന്നറിയായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ അവരുടെ വിഷമം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അയാളെ അറിയില്ല എന്നാണ് അർത്ഥം. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? നമ്മൾ ഈ റോഡ് സൈഡിൽ ഇപ്പം ആക്സിഡന്റ് ഒക്കെ ആയി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ട് നമുക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, എനിക്ക് അയാൾ അറിയില്ല, ഞാൻ അയാളെ കൊണ്ടുപോകില്ല. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ കാണാതെ കണ്ണടച്ച് പോകുന്നുണ്ട്. പക്ഷെ മനുഷ്യത്വമുള്ള ആൾക്കാർക്ക് ഒരിക്കലും അദ്ദേഹത്തെ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുപോകില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറയില്ല. അപ്പൊ അവിടെ പറയുന്നത് മനുഷ്യത്വമുള്ള ഒരാൾക്കും എന്ത് പറ്റില്ല, ഒരാൾക്ക് ദുഃഖം വരുന്ന സമയത്ത് കാണാതിരിക്കാൻ പറ്റില്ല. वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की जरूरत है. നമുക്കറിയാം ആ വ്യക്തി വിഷമത്തിലാണ്, ആ വ്യക്തിക്ക് നമ്മുടെ എന്ത് വേണം, സഹായത, മദത് की जरूरत है, നമ്മുടെ സഹായത്തിന്റെ ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. ഈ കവിത മനുഷ്യ की तरह जाने की याद दिलाती है. അതുകൊണ്ട് തന്നെ ഈ കവിത മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് കവി പറയുന്നത്. എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരിക്കലും ഒരു വ്യക്തിയുടെ പേരോ അല്ലെ സ്ഥാനമാനങ്ങളോ അല്ലാണ്ട് അയാളുടെ ആ സമയത്തുള്ള അവസ്ഥ നോക്കി മനസ്സിലാക്കാനാണ് ഈ കവിതയിൽ പറയുന്നത്. കവിത ലഗാതാർ നഹി ജാനേ ഓർ ജാനേ കി ബയാൻ കർത്തി ജാതി ഹൈ. കവിത എന്താണ് പറയുന്നത് ഈ കവിതയില്? എനിക്കറിയാം, എനിക്ക് അറിയില്ല, അങ്ങനെ രണ്ട് അറിയാം അറിയില്ല എന്ന് പറയുന്ന രണ്ട് വാക്കുകളുടെ ഇടയിലുള്ള കുറച്ച് വ്യത്യാസങ്ങളാണ് ഇവിടെ പറയുന്നത്. ശില്പക്ക് ഇസ് ബാരീക് കാരിഗാരിക്കോ ദേഖി. അപ്പം ആ ഒരു ശില്പം, ആ ഒരു കവിതയിൽ കവി കൊണ്ടുവരുന്ന ആ ഒരു രീതിന്റെ അത്രയും ഭംഗി ഇനി നോക്കാനാണ് പറയുന്നത്. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു, പക്ഷെ എന്തറിയായിരുന്നു? കൈ നീട്ടാൻ അറിയാമായിരുന്നു, എന്റെ കൈ പിടിച്ച് എഴുന്നേൽക്കാൻ അറിയാമായിരുന്നു. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, പക്ഷെ എന്തറിയാം? ഒരുമിച്ച് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് നടക്കാൻ അറിയാം. നമ്മളിപ്പം ബസ്സിലൊക്കെ കാണുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും കാണുന്നൊന്നുമല്ലല്ലോ, നമുക്ക് ആ പരിചയമില്ലാത്ത ആൾക്കാർ കൂടെ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നുണ്ടല്ലോ, ആരാ എന്താ ഒന്നും അറിയാം. അതുപോലെയാണ്. പക്ഷെ അതിൽ കുറച്ചും കൂടി ഇയാളുടെ നിരാശ അറിയാം, ഇയാളുടെ ഭാവം, ഇയാളുടെ മനസ്സിലുള്ള എന്താണെന്നുള്ളത് അറിയാം. എന്നിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് പേരെന്താണ്, ഭാവം ഒന്നും അറിയാതെ ഒരുമിച്ച് നടക്കാൻ മാത്രം അവർക്കറിയാം. ये नहीं जानना और जानना कविता में किसी लोकगीत की स्थाई की तरह बार बार लौटता है. നമ്മുടെ പണ്ട് ലോകഗീതങ്ങൾ, പഴഞ്ചൊല്ലിലെല്ലാം നമ്മളിങ്ങനെ പഴമൊഴികളെല്ലാം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളിലെ പോലെയാണ് ഈ കവിതയിൽ ജാന്ന നഹി ജാന്ന ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता की बोध इसी खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा है. അപ്പൊ കവി പറയുന്നത് ഈ കവിതയില് ആ ഒരു കവിതക്ക് ഉണ്ടാവുന്ന ഒരു ഗീതാത്മകത എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനൊരു കവിത ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനൊരു കവിത ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നാണ് ആര് പറയുന്നത്? വിനോദ് കുമാർ ശുക്ല പറയുന്നത്. जैसे किसी गजल में आखिरी शेर की आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कह देंगे जानते थे. അപ്പം നമ്മളൊരു ഷായരി അല്ലെങ്കിൽ ഒരു ഗസൽ കേൾക്കുകയാണെങ്കിൽ അതിലുള്ള അവസാനത്തെ ലൈൻ കുറച്ച് നല്ല നമുക്ക് ടച്ചിങ് ആയിട്ടുള്ള ലൈൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, അതിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ ഒരു കവിത വായിച്ചു കഴിഞ്ഞാല് നമുക്ക് ജാന്ന ജാൻതേ നെഹി ജാൻതേ ഈ ഒരു വാക്ക് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പോവില്ല. അതുപോലെ തന്നെ പറയുന്ന വെച്ചാൽ ഈ കവിതയിലെ ലാസ്റ്റ് ലൈനായ സാത്ത് സാത്ത് ചല്ല എന്നുള്ള ആ ഒരു കവിത അവിടെ നിർത്തിയാലും
നമ്മൾ വായിക്കുന്ന ആൾക്കാർക്ക് അത് ഫില്ല് ചെയ്യാൻ നമ്മുടെ മനസ്സ് ഫില്ല് ചെയ്യും. കാരണം അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സാത്ത് സാത്ത് ചലന ജാൻതേ തെ, ആ ഒരു വേർഡ് നമ്മുടെ മനസ്സിലുണ്ടാവും. അതവിടെ എഴുതിയിട്ടില്ലെങ്കിൽ കൂടി നമുക്കത് മനസ്സിലാവും എന്നാണ് കവി പറയുന്നത്. ഈ കവിത जानना शब्द के रूढ़ीकृत अर्थ को पूरी तरह से बदल देती है. ഈ കവിത എന്താ ചെയ്യുന്നത്, അറിയാം, എനിക്കറിയാം അല്ലെങ്കിൽ ജാന്ന എന്നുള്ള ശബ്ദത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള രൂഢീകൃത അർത്ഥം എന്ന് വെച്ചാൽ പരമ്പരാഗതമായി നമ്മൾ അറിയുന്ന അർത്ഥത്തിന്റെ എല്ലാ ചങ്ങലകളും ബന്ധിച്ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. എന്താ ചെയ്ത്, इस कविता को पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देते हैं. ഈ കവിതയിലെ ആദ്യത്തെ 2 വരിയിൽ തന്നെ എന്താണ് ആദ്യത്തെ വരി, हताशा से एक व्यक्ति बैठ गया था मैं उसे नहीं जानते थे. ഹതാശയില് ഒരു വ്യക്തി ഇരുന്നിരുന്നു, എനിക്ക് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. ആ ഒരു 2 കവിതയിൽ തന്നെ, ആ ഒരു 2 വരിയിൽ തന്നെ ഈ കവിതയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളും അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. शेष पंक्तियों उसी कहे को और सघन और गहरा करती है. അടുത്ത ബാക്കിയുള്ള വരികൾ എന്താ ചെയ്യുന്നത്, ആ 2 വരികളെ കൂടുതൽ കട്ടിയുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ആഴത്തില് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വരികളാണ് ബാക്കിയുള്ള വരികൾ. കവിതാക സന്ദേശേക്ക്, ലാസ്റ്റ് ഈ കവിതയില് കൊണ്ടുള്ള സന്ദേശമാണ് വിനോദ് കുമാർ ശുക്ല പറയുന്നത്. दो मनुष्यों के बीच मनुष्यता के एहसास यानी मानवीय संवेदना होना जरूरी है. 2 മനുഷ്യരുടെ നടുവില് എന്താ വേണ്ടത്, മനുഷ്യതയും അതുപോലെ നമ്മുടെ മനസ്സിൽ നമുക്ക് മനുഷ്യന്മാർക്ക് പല ഭാവങ്ങളുണ്ട്. വിഷമം, സങ്കടം, സന്തോഷം, അങ്ങനെ എന്താ പറയാ വികാരങ്ങൾ പലതും ഉണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം മനുഷ്യത്വം. അല്ലാണ്ട് എന്ത് വേണ്ട, അവരുടെ പേര്, ജാതി, മതം, വർക്ക്, അങ്ങനെ അതൊന്നും അറിയാനല്ല. എന്താ വേണ്ടത്, ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യതാ കെ എഹ്സാസ് യാനി മാനവീയ സംവേദന ഹോന ജറൂരി ഹൈ. മനുഷ്യത്വം മാത്രം അത് ഉണ്ടാണ്, അതാണ് അത്യാവശ്യം. ജാൻകാരിയാം ജറൂരി നഹീ ഹൈ. ബാക്കിയുള്ള ജാൻകാരി, ഭൗതികമായിട്ടുള്ള ബാക്കിയുള്ള എന്ത് അറിയുന്ന കാര്യങ്ങള് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയെ, നമ്മൾ അറിയാത്തൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്താണ് മനസ്സിലെ ഫീലിംഗ് മനസ്സിലാക്കി അതുപോലെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ മതം, ജാതി അതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ അദ്ദേഹത്തോട് പെരുമാറേണ്ടത് എന്നാണ് കവി പറയുന്നത്. ഹിന്ദു യെ സന്ദേശ് കവിതാമേ ഉപദേശ് കി തരഹ് നഹി ആതാ ഹൈ. പക്ഷെ ഈ കവിത പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഉപദേശമായിട്ടാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഉള്ളടക്കം ഈ കവിതയിൽ ഉപദേശം പോലെ പറയുന്നുണ്ടെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഒന്ന് ഇരുത്തി വായിച്ചാൽ അതിന്റെ ഉള്ളിലുള്ള ഗഹരായി, അതായത് അറിയുന്നതും അറിയാത്തതും തമ്മിലുള്ള വ്യത്യാസം, ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം അല്ലെ നമുക്ക് എന്തൊക്കെ അറിയില്ല എന്നുള്ള കാര്യങ്ങള് ആ ഒരു കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ, അതായത് നമ്മള് മറ്റൊരു വ്യക്തിയെ വേറൊരു മനുഷ്യനായി കാണാൻ, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിഷമങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളും കൂടിച്ചേർന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെയും പറയാണ്, ഒരു വ്യക്തിയെ പേരിന്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിന്റെ അടിസ്ഥാനത്തിലോ മനസ്സിലാക്കാതെ മനുഷ്യത്വത്തിന്റെ മനസ്സുകളുടെ സ്ഥിതികളെ അനുസരിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇന്നത്തെ സമൂഹത്തില് ഇത് കുറഞ്ഞു വരികയാണ്. ഇന്നത്തെ സമൂഹത്തില് പലരും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും കളറിന്റെ പേരിലും ഒക്കെ പ്രശ്നങ്ങളും വിഷമങ്ങളും അടിപിടി ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കവിത അടിപൊളിയാണെന്നാണ് പറയാനുള്ളത്. അപ്പൊ എന്താ പറയുന്നത്, ഒന്നുകൂടി പറയാം. ജാന്ന ജാൻ നഹി ജാൻതേ, ഈ 2 വാക്കുകളുടെ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കവിതയിൽ കറക്റ്റ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രല്ല, ജാന്ന എന്നുള്ള ശബ്ദത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള ആ അർത്ഥങ്ങള് പാടെ മാറ്റിമറിച്ചിരിക്കുന്ന ഒരു കവിതയാണിത്. ആ കവിതയുടെ ടിപ്പണി മനോഹരമായിട്ട് വിനോദ് കുമാർ ശുക്ല ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു കവിത, വേറൊരു കവിത നമ്മൾ ഇതേപോലെ കണ്ടിട്ട് നമുക്ക് ടിപ്പണി എഴുതാനാണെങ്കിൽ ആ ടിപ്പണി എങ്ങനെ എഴുതണം എന്നുള്ള രീതിയിൽ ഇതേപോലെയുള്ള ടിപ്പണി നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, ഇതാണ് ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. ഇനി അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.